ഈ ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ ഒരു ഡെബ്റ്റ് റിലീഫ് പ്ലാൻ നമുക്ക് തയ്യാറാക്കാം. ഒന്നാം ഘട്ടം സാമ്പത്തിക നിർണയം, ഡെബ്റ്റ് ഓഡിറ്റ്. കടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. അതായത് ബാങ്ക് ലോൺ, ക്രെഡിറ്റ് കാർഡ് ലോൺ, സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിയത് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. പലിശ നിരക്ക് കുറിക്കുക. ഏതിനാണ് ഏറ്റവും കൂടുതൽ പലിശ എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ക്രെഡിറ്റ് കാർഡ്, ബ്ലേഡ് പലിശ എന്നിവയ്ക്ക് ഉയർന്ന നിരക്കായിരിക്കും. രണ്ടാം ഘട്ടത്തിൽ ചാണക്യൻ്റെ അഗ്നി നിവാരണ തന്ത്രം ഉപയോഗിക്കുക. സ്നോ ബോൾ ഓർ അവലാഞ്ചി മെത്തേഡ്. ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം തീർക്കുക. ഏറ്റവും കൂടുതൽ പലിശ നിരക്കുള്ള കടങ്ങൾ ആദ്യം തീർക്കാൻ കൂടുതൽ പണം മാറ്റിവെക്കുക. ബാക്കി കടങ്ങൾക്ക് മിനിമം തുക മാത്രം അടയ്ക്കുക. പലിശയുടെ ഭാരം കുറയ്ക്കാൻ ഇത് സഹായിക്കും. ചെറിയ കടങ്ങൾ ആദ്യം തീർക്കുക. നിങ്ങൾക്ക് മാനസികമായ ആശ്വാസം വേണമെങ്കിൽ ഏറ്റവും ചെറിയ തുകയുള്ള കടങ്ങൾ ആദ്യം വീട്ടുക. കടങ്ങളുടെ എണ്ണം കുറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും. ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാം. അത്യാവശ്യ ബഡ്ജറ്റിംഗ്, സർവൈവൽ ബഡ്ജറ്റ്. 50-30-20 നിയമം മാറ്റിവെക്കുക. സാധാരണയായി പറയാറുള്ള ഈ നിയമം കടമുള്ളപ്പോൾ മാറ്റിവെക്കുക, പകരം സർവൈവൽ ബഡ്ജറ്റ് ഉണ്ടാക്കുക. ആവശ്യങ്ങൾ മാത്രം, നീഡ്സ് ഒൺലി, അതായത് വാടക, ഭക്ഷണം, മരുന്നുകൾ, കുട്ടികളുടെ പഠനം എന്നിവയ്ക്ക് മാത്രം പണം ചിലവഴിക്കുക. ആഗ്രഹങ്ങൾ പൂജ്യമാക്കുക, സീറോ വോൺസ്. യാത്രകൾ, പുതിയ വസ്ത്രങ്ങൾ, ഹോട്ടൽ ഭക്ഷണം, OTT സബ്സ്ക്രിപ്ഷനുകൾ എന്നിവ കടം തീരുന്നതുവരെ പൂർണ്ണമായും നിർത്തിവെക്കുക. നാലാം ഘട്ടം വരുമാനം വർദ്ധിപ്പിക്കൽ, ഇൻകം ബൂസ്റ്റിംഗ്. അധിക വരുമാന മാർഗം, നിലവിലുള്ള ജോലിയോടൊപ്പം പാർട്ട് ടൈം ജോലികൾ, ഫ്രീലാൻസിംഗ് അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകൾ എന്നിവയിലൂടെ വരുമാനം കൂട്ടുക. ആസ്തികൾ വിൽക്കുക. ഉപയോഗമില്ലാതെ കിടക്കുന്ന സ്വർണമോ ഭൂമിയോ വണ്ടിയോ ഉണ്ടെങ്കിൽ അത് വിറ്റ് വലിയ പലിശയുള്ള കടങ്ങൾ അടിയന്തരമായി തീർക്കുക. ഭാവിയിൽ ഇത് വീണ്ടും സമ്പാദിക്കാം. അഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കാം. ചർച്ചകൾ നടത്തുക, നെഗോഷിയേഷൻ. ബാങ്കുകളുമായി സംസാരിക്കുക. ലോൺ അടവ് മുടങ്ങുന്നതിന് മുൻപ് ബാങ്കുമായി ബന്ധപ്പെട്ട് പലിശ കുറയ്ക്കാനോ തിരിച്ചടവ് കാലാവധി നീട്ടാനോ ആവശ്യപ്പെടുക. ഒറ്റത്തവണ തീർപ്പാക്കൽ, വൺ ടൈം സെറ്റിൽമെൻറ്റ്. വലിയ കടങ്ങളുണ്ടെങ്കിൽ ബാങ്കുകളോട് ഒറ്റത്തവണയായി തീർപ്പാക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുക. ചാണക്യൻ്റെ ഈ നിർദ്ദേശങ്ങളും ബഡ്ജറ്റ് പ്ലാനിങ്ങും പിന്തുടരുന്നതിലൂടെ നമുക്ക് കടബാധ്യതകളിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ കഴിയും.